ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു റിനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അളവ് ചുരിദാർ വെച്ചിട്ട് എങ്ങനെ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ അതിനായിട്ടൊരു ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലോത്ത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നാലായിട്ടൊന്ന് നമ്മൾ ഫോൾഡ് ചെയ്യണം. അപ്പോൾ നാലായിട്ട് ഫോൾഡ് ചെയ്യാൻ രണ്ട് രീതിയുണ്ട്. ഒന്ന് ഇതേപോലെ നമ്മൾ നിവർത്തിയിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അതിന് ശേഷം ഇതേപോലെ കുറുകെ ഒന്നുകൂടി നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അല്ലാതെ നമുക്ക് വേറൊരു സ്റ്റെപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇത് നിവർത്തിയിട്ട് നല്ല നീളങ്ങനെ നമ്മൾ മടുക്കും. കാണിക്കട്ടെ, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഇതേപോലെ നീളങ്ങനെ എടുത്തിട്ട് രണ്ടായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് രീതിയും ചെയ്യാം. നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ. അപ്പം അത് അവിടെ അങ്ങനെ ശ്രദ്ധിക്കാം. നമ്മൾ പിന്നെ ഈ ഒരു ലെവലിൽ ഈ ഒരു നീളങ്ങനെ ലെവലിൽ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ നെക്കൊക്കെ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് അതേപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്യാനും ആ നെക്കുകളൊക്കെ കട്ട് ചെയ്ത് കിട്ടാനൊക്കെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളൊരു ക്ലോത്താണ്. അതുകൊണ്ട് നമ്മൾ ലെങ്ത്ത് കാര്യങ്ങളും പറയുന്നില്ല. എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ലെങ്ത്തിനനുസരിച്ചിട്ട് ലെങ്ത്ത് എടുക്കണേ. ഇത് ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ടോപ്പിനുള്ള ക്ലോത്തേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്ര ലെങ്ത്ത് ഇല്ല. നമ്മൾ നോർമൽ ടോപ്പൊക്കെ ആണെങ്കിൽ 44, 46 നമുക്ക് എത്രയാണോ ഹൈറ്റ് അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് 44ഉം 46 ഒക്കെ നമുക്ക് ലെങ്ത്ത് എടുക്കാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ പറഞ്ഞു പോകുന്നത്. അപ്പം നമ്മൾ അളവ് ചുരിദാർ എടുത്തിട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അയൺ ചെയ്താലൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. നമ്മുടെ ആം ഹോളും ആ ഷേപ്പും സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിടക്കും. അപ്പോൾ നമ്മൾ അയണൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു അര ഇഞ്ചിൽ നമ്മൾ താഴ്ത്തിയിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അര ഇഞ്ചിലൊക്കെ നമ്മൾ ആ സ്ലോപ്പൊക്കെ നെക്കിൻ്റെ സ്ലോപ്പ് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതിനെ കൊണ്ട് തന്നെ ഒരു അര ഇഞ്ച് നമ്മൾ എപ്പോഴും ക്ലോത്ത് നമ്മുടെ ടോപ്പ് അളവിൻ്റെ ടോപ്പ് താത്തി വെച്ചിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നല്ല കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അര ഇഞ്ച് നമ്മൾ വിട്ടിട്ടുമുണ്ട് കേട്ടോ. ഇതേപോലെ കൈയൊക്കെ നല്ല കൈക്കുയൊക്കെ ഒരു വരുന്ന ലെവലിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് ഏതൊരു ചുരിദാറിനാണെങ്കിലും പെർഫെക്റ്റായിട്ട് കിട്ടാൻ ഷേപ്പ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും 3 മെഷർമെൻറ്റാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടത്. ഒന്ന് നമ്മുടെ ചെസ്റ്റ്, ഹിപ്പ്, വേസ്റ്റ്, അങ്ങനെയുള്ള 3 അളവാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ഇവിടെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ കൈയിൻ്റെത് അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ലെങ്ത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിലെങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഞാൻ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് നെക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്ക് നെക്ക് എത്രയാണോ അത് നമ്മൾ 2 മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ കൈക്കുയിൻ്റെ അവിടെയും ജസ്റ്റ് ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഷേപ്പിൻ്റെ അവിടെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് എവിടേക്കാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ മാർക്കിങ് കൊടുക്കണം കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് അളവ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ 3 സ്ഥലത്ത് നമ്മൾ ഇതേപോലെ മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ കൈക്കുഴി എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഒരു അളവ് ചുരിദാർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വരയ്ക്കുന്നത്. മെഷർമെൻറ്റും കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അളവ് ചുരിദാർ ഇല്ലാതെ മെഷർമെൻറ്റൊക്കെ എങ്ങനെയാണ് എടുക്കൽ, ഒരു എക്സൽ സൈസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക, ഡബിൾ എക്സൽ ആകുമ്പോൾ സൈസ് എങ്ങനെയാണ് വരിക, നെക്കൊക്കെ മാർക്ക് ചെയ്യലും അതേപോലെ തന്നെ ആം ഹോള് കൈക്കുയൊക്കെ മാർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. അത് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോപ്പൊക്കെ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതേപോലെ ഇങ്ങനെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കൈക്കുഴി നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. കൈക്കുഴി വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അളവ് ചുരിദാർ കറക്റ്റായിട്ട് ആ കൈക്കുഴിൻ്റെ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഉള്ളിലൊന്നിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണോ ഉള്ളത് അതേപോലെ നമ്മൾ കൈക്കുഴി ഇതേപോലെ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അളവ് ചുരിദാർ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യത്തിലുള്ള അളവ് ചുരിദാർ എടുക്കണേ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. അപ്പം കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റുള്ള അളവ് ചുരിദാർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ അതേ കറക്റ്റ് രീതിയിലാണ് നമ്മളിപ്പോൾ കൈക്കുഴി ആയിക്കോട്ടെ ബാക്കിയുള്ള ഷേപ്പ് കാര്യങ്ങൾ നമ്മുടെ സൈഡ് ഓപ്പണിൻ്റെ ഭാഗങ്ങളെല്ലാം അതേപോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈക്കുഴി ഇതേപോലെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ നമ്മൾ കറക്റ്റ്
കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ചുരിദാറിന് ആ കറക്റ്റ് ഷേപ്പിൽ തന്നെയാണ് നമ്മൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് അടിക്കാനുള്ളത് അവിടെയാണ് കിടക്കുന്നത്. 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ പിന്നെ കൂട്ടി വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യാം. ഇപ്പം കറക്റ്റ് എങ്ങനെയാണോ നമ്മുടെ ചുരിദാർ കിടക്കുന്നത് അതേപോലെ നമ്മൾ മാർക്കിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കും ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അളവെടുത്തിട്ടോ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെയും സ്ലിറ്റിൻ്റെ അവിടെയും നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഷേപ്പ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഇതേപോലെ 3 പോയിൻ്റായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൈക്കുയിൻ്റെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളൊരു ഒന്ന് വരച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് വരച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ ഷേപ്പിൻ്റെ അവിടെയും അതേപോലെ തന്നെ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെയും നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് വീതി കൊടുക്കണം. ഇവിടെ അതേപോലെ തന്നെ നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നോട്ട് നമുക്ക് 1.5 ഇഞ്ച് കൊടുത്താൽ മതി. 2 ഇഞ്ചൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഒരുപാട് അവിടെ ഒരു ബോറായി തോന്നും, കാരണം ഒരുപാട് തൂങ്ങിക്കിടക്കുന്നൊക്കെ പോലെ തോന്നും. കറക്റ്റായിട്ട് വരുമ്പോൾ 1.5 ഇഞ്ചൊക്കെ നമ്മൾ കൊടുത്താൽ മതി കേട്ടോ, നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ടാപ്പിൽ അളവെടുത്തിട്ട് എക്സ്ട്രാ ആയിട്ട് നമുക്കവിടെ അങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നെക്കിൻ്റെ വിടുത്തും നെക്കിൻ്റെ ലെങ്ത്ത് അതിലൊന്നും നമുക്ക് മാറ്റങ്ങൾ ഇല്ല. മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇറങ്ങിയിട്ടുള്ള ലെങ്ത്താണ് വേണ്ടതെന്നുണ്ട്, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. നമുക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളുള്ള ഒരു ടോപ്പാണ് എടുത്ത് വെച്ചതെന്നുണ്ടെങ്കിൽ അത് അതേപോലെ കറക്റ്റായിട്ട് നമുക്ക് അളവെടുക്കാനുള്ളൂ. പിന്നെ ഈ രീതിയിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഈ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം, 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ സൈഡ് ഓപ്പണിന് കൊടുക്കണം. അതേപോലെ തന്നെ ലെങ്ത്ത് നമുക്ക് കൂടുതൽ വേണ്ടതാണ്. ഈ ലെങ്ത്തിൻ്റെ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് നമ്മൾ കൂടുതൽ എടുക്കണം. നമുക്ക് താഴത്ത് മടക്കി അടിക്കാനുണ്ടാവും, ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ 1 ഇഞ്ച് കുറയും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ 3 ഇഞ്ചോളം എക്സ്ട്രാ നമ്മൾ താഴത്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എവിടേക്കാണ് നമുക്ക് അളവ് കൂടുതൽ കൊടുക്കേണ്ടതെന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ചെടുക്കണേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ 1.5 ഇഞ്ച് സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ആ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മളതങ്ങനെ വരച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നോക്കാം എത്ര നമുക്ക് ഇനി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കുക, അല്ലെങ്കിൽ കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടുക കേട്ടോ. കാരണം നമുക്ക് എത്രയാണോ ഷേപ്പ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കുക. 2 ഇഞ്ചൊക്കെ നമ്മൾ കൊടുത്താൽ എന്തായാലും കുറഞ്ഞു പോകത്തില്ല. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ കൊടുത്തതിനെ കൊണ്ട് അങ്ങനെ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് പോവട്ടോ. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ഇതേപോലെ നമ്മൾ ഷേപ്പാക്കിയിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കൈക്കുയിൻ്റെ അവിടെ നിന്നും കുറച്ച് നീട്ടിയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എന്നുള്ള ലെവലിൽ തന്നെ നീട്ടിയിട്ടാണ് വരച്ചിട്ടുള്ളത്. അത് ജോയിൻ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ കുറച്ച് കൂട്ടിയിട്ട് തന്നെ എടുക്കുക കേട്ടോ. ഫസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചെടുക്കാതെ കൂട്ടിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അതിനി കുറച്ച് കൂടിപ്പോയാലും പ്രശ്നമില്ല, നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വെട്ടി ഒഴിവാക്കിയാലും പ്രശ്നമില്ല. പക്ഷേ കുറഞ്ഞു പോയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കയറത്തുമില്ല, അവിടെ ഇവിടെയും ഒക്കെ ടൈറ്റായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടിയെടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് പഠിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കുറച്ച് ഒരു 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ കൂടിയാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ആ ഒരു ആം ഹോള് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ വിടുത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെതും ലെങ്ത്ത് അതേപോലെ തന്നെ ബാക്ക് നെക്കും നമുക്കൊന്ന് മാർക്ക് ചെയ്താൽ രണ്ടും നമ്മൾ ഒരു സാധാരണ സിമ്പിളായിട്ട് നമ്മൾ ഒരു റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ടൊന്ന് നമ്മൾ വരച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ ഇതേപോലെ ആ ഒരു നമ്മൾ അളവെടുത്തിട്ടില്ലേ, ആ അളവിനനുസരിച്ച് നമ്മൾ ഫ്രണ്ടും ബാക്കും ഇതേപോലെ ബോക്സ് പീസ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മളൊരു ബോക്സ് പീസായിട്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് സിമ്പിളായിട്ട് നമ്മൾ ഒരു റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. ഇനി സ്ക്വയർ നെക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. എങ്ങനെയാണോ നിങ്ങളിഷ്ടം അതിനനുസരിച്ച്. ഫസ്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഞാൻ പറയുന്നത് മറ്റേ നമ്മുടെ ഈ റൗണ്ട് നെക്ക് ആയിരിക്കും കേട്ടോ. നമുക്ക് പഠിക്കാൻ എളുപ്പം റൗണ്ട് നെക്കാണ്. മറ്റേതൊക്കെ എന്ന് പറയുമ്പോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അതേപോലെ തന്നെ കോണൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് അവിടെ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരണം. കുറച്ചൊരു നമ്മൾ പഠിച്ചിട്ട് വേണം അതിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ 2 ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൗണ്ട് ആക്കിയിട്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളിതേപോലെ 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇവിടെ കൊടുക്കാം. ആ സൈഡിൽ വെച്ചിട്ട് 1 ഇഞ്ച് ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ല, ഇത് സ്ലോ മോഷനിലാണ് കുറച്ച് വീഡിയോ പോയത് തോന്നുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നോക്കണത്. ഒരു ഭയങ്കരമായിട്ട് സ്ലോ ആയിട്ട്
കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടിലും ഓരോ ഇഞ്ച് കൊടുത്തിട്ട് ഇവിടുന്ന് ഇതേപോലെ നേരെ വന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലുള്ളതും അതേപോലെ തന്നെ നമ്മളൊന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് മെഷർ ചെയ്യാനും മാർക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്ലോപ്പ്, നമ്മുടെ നെക്കിൻ്റെ കഴുത്തിൻ്റെ അവിടെ ഒരു ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാവും. അത് നമ്മളൊരു 1/2 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ട് ആ സ്ലോപ്പും കൂടി നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളൊരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിലുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ നമുക്കൊന്ന് സ്ലീവ് കട്ട് ചെയ്യാനുണ്ടാവും. ആ സ്ലീവും കൂടി കഴിഞ്ഞാൽ നമ്മളൊരു ടോപ്പിൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണ് നെക്കിന് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ക്രോസ് പീസ് അല്ലാതെ നെക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പഠിക്കാനുണ്ടാവും. അത് അടുത്തൊരു വീഡിയോയിൽ സ്റ്റിച്ചിങ് മാത്രമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക. കാരണം ഈ വീഡിയോ തന്നെ കുറച്ച് ഒരുപാട് ലെങ്തി ആയിട്ട് ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞു പോകുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും. അപ്പം ലെങ്തായി പോവല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് മാത്രം, നെക്ക് വെക്കുന്നത്, ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി കട്ട് ചെയ്യാനും മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമ്മളെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഈ ബാക്കി വരുന്ന ചെറിയൊരു പീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ സ്ലീവും കട്ട് ചെയ്തെടുക്കുന്നത്. അത്രേ നമുക്ക് ആ അത്ര സ്ലീവ് നമുക്ക് കിട്ടുള്ളൂ ഈ ഒരു ക്ലോത്തിൽ. അപ്പോൾ സ്ലീവും കൂടി കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. എന്ത് സംശയവും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ഞാൻ അതിനെ റിപ്ലൈ തരും കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലും സ്പീഡാണെന്നുണ്ടെങ്കിലും അല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കും, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലെങ്ത് ആകെ കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന സംശയമാണ് നമ്മൾ ചെസ്റ്റ് എവിടെയാണ് മാർക്ക് ചെയ്യുക, ചെസ്റ്റിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്ട്രെയിറ്റിൽ വരുമ്പോൾ എങ്ങനെയാണ് കിട്ടിയത്, ഹിപ്പ് എവിടെ വരിക, അതേപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് എവിടെ വരിക, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. അത് നമ്മളിപ്പോൾ അളവ് ചുരിദാർ വെച്ചിട്ട് നമ്മൾ ചെയ്തില്ല. ആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് സ്ട്രെയിറ്റായിട്ട് നമ്മൾ നോക്കാം. നമ്മുടെ ടാപ്പ് വെച്ച് നോക്കുമ്പോൾ എവിടെയാണ് നമ്മളെ ഷേപ്പ് വരുന്നത് അതാണ് നമ്മുടെ ആ ഒരു ലെങ്ത്തിലായിരിക്കണം ഇനി നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുണ്ടാവാം. ഇപ്പം നമ്മൾ അളവ് ചുരിദാർ വെച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിപ്പ്, ചെസ്റ്റ്, അതുപോലെ തന്നെ വേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ അളവ് ചുരിദാർ വെച്ച സമയത്ത് നമ്മൾ 9 നമ്മുടെ ചെസ്റ്റ് വരുന്നത്, 14 വേസ്റ്റ് വരുന്നത്, ഹിപ്പ് വരുന്നത് 20 ഈ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അളവ് ചുരിദാർ ഇല്ലാതെ ഒരു ക്ലോത്തിലേക്ക് മെഷർമെൻറ്റ് ചെയ്തെടുത്ത് പെർഫെക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് കാര്യങ്ങളിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത് അളവ് ചുരിദാർ വരുന്ന സമയത്ത് നമുക്കിതൊക്കെ അവിടെ കറക്റ്റായിട്ട് വരും. അല്ലാത്ത സമയത്ത് നമ്മൾ ക്ലോത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അളവ് കാര്യങ്ങളൊക്കെ ആ ഒരു ലെങ്ത്തിലാണ് വരിക. 9 അല്ലെങ്കിൽ 10 ചിലപ്പം 10, 15 അങ്ങനെ വരാം. 10, 15 അല്ലെങ്കിൽ 9, 13, 20, 19 അങ്ങനെ ആ ഒരു റേഞ്ചിൽ ഓരോരുത്തരുടെ ഹൈറ്റ്, വെയിറ്റ് അതിനൊക്കെ അനുസരിച്ചിട്ടുള്ള ലെങ്ത്തിലൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യരുത്, ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തിട്ട് വേണം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതേപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് കുറച്ചും കൂടി ഇറങ്ങിയിട്ടല്ലേ ആദ്യം പോയി അത് ചെയ്താണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല, രണ്ടും ഒരേപോലെ ആയിപ്പോവും. അപ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ബാക്ക് നെക്ക് അല്ല ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ വരാനുള്ളത് നമ്മളെ സ്ലീവ് മാത്രമാണ്. പിന്നെ നമ്മൾ ആ സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ജസ്റ്റ് ഒരു നമ്മൾ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ചോക്കൊണ്ട് വരച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ അത് മായും. അപ്പോൾ ഈ കട്ടിങ് വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് എവിടെ വെച്ചിട്ടാണ് നീഡിൽ നിർത്തേണ്ടതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അവിടെ ഒരു കട്ടിങ് കൊടുക്കുന്നത്. ജസ്റ്റ് 2 ക്ലോത്തും വെച്ചിട്ട് വേണം കേട്ടോ കട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കട്ട് ഒന്നിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 2 ക്ലോത്തും കൂടി ഒപ്പരം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി സിമ്പിളാവും. ഇനിയിപ്പം മറ്റേതിൽ നമ്മൾ ചെയ്യണം. അപ്പം അത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കി വരുന്ന ക്ലോത്തിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓൾറെഡി നമ്മൾ 4 ഫോൾഡ് ചെയ്ത ആ ബാക്കി പീസാണല്ലോ. അപ്പോൾ ഇത് 4 നമ്മൾ സ്ലീവും ഫോൾഡ് ചെയ്ത് 4 മടക്കിയിട്ടാണ് നമ്മൾ സ്ലീവും കട്ട് ചെയ്യുന്നത് കേട്ടോ. അത് ബാക്കി വന്ന ആ പോർഷൻ അതിനെക്കൊണ്ട് അതേപോലെ തന്നെ നമ്മൾ ഈ സ്ലീവ് കണക്കാക്കി വെച്ചിട്ട് അത് ഇതേപോലെ വരച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന
മെത്തേഡ് കേട്ടോ. അല്ലാതെ നമ്മൾ മെഷർമെൻറ്റും കാര്യങ്ങളും എടുക്കുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ അതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതൊരു വേറെ തന്നെ വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിതിന് മുന്നേ സ്ലീവിൻ്റെ മാത്രമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് പഴയ വീഡിയോസാണ്. കാണാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അത് സ്ലീവിൻ്റെ മാത്രമായിട്ട് പഠിക്കാനുള്ളതായിട്ട്, സ്ലീവിൻ്റെ മാത്രമല്ല കറക്റ്റ് നമ്മൾ ക്ലോത്തിൽ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്തുള്ളത് മാത്രമായിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 ഇഞ്ച് എക്സ്ട്രായും കൊടുത്തിട്ട് നമ്മൾ സ്ലീവ് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അളവ് ചുരിദാർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടൊരു വീഡിയോ അതിൽ നമുക്ക് ഉൾപ്പെടുത്താം. പിന്നെ നമ്മൾ ഈ അളവ് ചുരിദാർ ഇല്ലാതെ നമ്മുടെ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എക്സലും ഡബിൾ എക്സലും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് അതിനുശേഷം നമുക്ക് വരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോ നമുക്ക് ചെയ്യാനുള്ള പ്രചോദനം കേട്ടോ. അപ്പോൾ